PDF കാണാമോ? ഓക്കെ ഓക്കെ, നോക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ. HMSന്റെ കമ്പോണൻസ് കംപ്ലീറ്റ് എടുത്തില്ലേ? ബെനിഫിറ്റ്സ് തുടങ്ങി എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് 3 മണി വരെ ക്ലാസ് ഉള്ളത്. കണ്ടിന്യൂ ചെയ്തെടുക്കുന്നതാണ്, അത് മിസ് ചെയ്യാത്തതുകൊണ്ട്. പേജ് നമ്പർ പറയാലോ, ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. PDF ഓപ്പൺ ആവുന്നുണ്ടായില്ല. 69. എല്ലാവർക്കും കാണാലോ? PDF കാണാലോ എല്ലാവർക്കും? എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ? ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. കേക്ക് കഴിച്ചു എല്ലാവരും? കേക്ക്, വൈൻ? കേക്ക് മുറിച്ചു കഴിച്ചു. ഇനിയിപ്പോ ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണല്ലേ?
യെസ്, നിങ്ങൾ നോക്കുന്നത് ബെനഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. 59% of millennials are willing to switch doctors for better online access. And HMS will enhance communication between patients and hospital by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors or nurse. We have enhanced patient engagement and a reduction in waiting times and improved patient satisfaction. Okay. 59% of millennials. Millennials എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയുള്ള കാറ്റഗറിനെയാണ് മില്ലനിയൽസ് എന്ന് പറയുന്നത്? സഹസ്രാബ്ദം എന്നൊക്കെ പറയുന്നത്. അതായത് ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് അതിൽ വരുന്നത്? മില്ലനിയൽസ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലെ ആൾക്കാരായിരിക്കും? സഹസ്രാബ്ദം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? 90s-നും 2000-നും ഇടയിൽ വരുന്ന ആൾക്കാരായിരിക്കോ? ആണോ മില്ലേനിയൽസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അറിയില്ല. അതായത് 90കളുടെ തുടക്കത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കാറ്റഗറീസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സഹസ്രാബ്ദം, ആ ഒരു മില്ലനിയൽ തലമുറ എന്ന് പറയുന്നത്. അതായത് 90s മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാറ്റഗറിയിലെ എല്ലാ ആൾക്കാരും ഒരു ബെറ്റർ ഓൺലൈൻ ആക്സസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത് അല്ലെ, ഒരു കാലഘട്ടം മുതൽ. ആ ഒരു കാലഘട്ടം മുതൽ എന്താണ്, എല്ലാവരും അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നുണ്ട്. Then an HMS will enhance communication between patients and hospital by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ HMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാനും അവരുടെ എല്ലാ അപ്പോയിന്റ്മെന്റ്സുകള്, പിന്നെ എന്തെങ്കിലും വാക്സിനേഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള റിമൈൻഡേഴ്സ്, പിന്നെ എല്ലാ തരത്തിലും ഡോക്ടേഴ്സിനോടാണെങ്കിലും നഴ്സിനോടാണെങ്കിലും എന്താണ് പ്രോപ്പർ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അതായത് രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം എന്താണ് HMS-ലൂടെ സഹായിക്കുന്നു. ഇനി അത് മാത്രമല്ല, അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ടീച്ചർ ത്രൂ ഓൺലൈനിലൂടെ കൈകാര്യം ചെയ്യാനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലൊരു നല്ലൊരു ത്രോട്ട് കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനായിട്ട് ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ പേര് കണ്ടില്ലേ, ഹെഡ്ലൈൻസ്, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ബെനിഫിറ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. Secure hospital data. And HMS help you maintain hospital data safe and secure. You can control and provide access to authorized personnel only. Make sure to look at HIPAA compliance software for PHI security. Okay. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റാസും വളരെയധികം സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും വെക്കാനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ്, മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും മറ്റൊരു ഡീറ്റെയിൽസ് ആണെങ്കിലും എന്താണ് വളരെ സേഫ് ആയിട്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽസിൽ മാത്രമേ ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ UHD അല്ലെങ്കിൽ എന്താ പറയുക യൂണിക് ഐഡന്റിഫിക്കേഷൻ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല ഇതൊരു നിയമത്തിന്റെ കീഴിലാണ് ഇത്തരത്തില് ഡാറ്റാസ് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. ഏത് നിയമമാണ്? HIPAA ആക്ട് പ്രകാരം. എന്താണ് HIPAA എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. നോട്ട് ചെയ്യാട്ടോ. HIPAA എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ്
നോട്ട് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ്, പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഷുറൻസ്, പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. നോട്ട് ചെയ്തോ? അതായത് ഹോസ്പിറ്റലുകളിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി പറ്റിയുള്ള ഒരു നിയമമാണെന്ത് HIPA എന്ന് പറയുന്നത്. അതായത് എല്ലാ റെക്കോർഡ്സിന്റെ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന് വേണ്ടി, മെഡിക്കൽ ഇൻഫർമേഷൻസിന്റെ എല്ലാ തരത്തിലുള്ള രഹസ്യാത്മകമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണെന്ത് HIPA ആക്ട് എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ. അതായത് ഒരു രോഗിയുമായി സംബന്ധിക്കുന്ന എല്ലാത്തരം ആരോഗ്യ വിവരങ്ങൾ സെക്യൂർ ആയിട്ട് വെക്കണം എന്നുള്ളത് ഈ ഒരു ആക്ട് പ്രകാരം അത് പറയുന്നത്. അതിന് പ്രകാരമാണ് എന്ത് നമ്മള് ആ പേഷ്യന്റിന്റെ എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഈ ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് നമ്മളെല്ലാം തന്നെ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസിന്റെ ഒരു വിവരങ്ങളും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലാതെ ഓപ്പൺ ചെയ്യാതെ എന്താണ് മറ്റാർക്കും തന്നെ അത് കൈമാറാനോ ഓപ്പൺ ചെയ്ത് ആക്സസ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. ഓക്കെ. അതിനാൽ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, HIMSല് ഡാറ്റാസ് എല്ലാം തന്നെ വളരെ സെക്യൂർഡ് ആയിട്ടും സേഫ് ആയിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. കേട്ടോ? പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ എങ്ങനെയായിരിക്കും, വളരെ നിയന്ത്രിതവുമായിരിക്കും, സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് അതിന്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് HIPAയുടെ എക്സ്പാൻഷൻ പഠിക്കണം. HIPA ഒന്നുകൂടി പറയണോ? എക്സ്പാൻഷൻ ആണോ പറയേണ്ടത്? ഹെൽത്ത് ഇൻഷുറൻസ് നോക്കിക്കോളൂ. ഹെൽത്ത് ഇൻഷുറൻസ്, പോർട്ടബിലിറ്റി, ഹെൽത്ത് ഇൻഷുറൻസ്, പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഇത്തരമുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസ് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്, ഒരു ആക്ട് ആണ് HIPA എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ. ഈ നിയമത്തിന്റെ അണ്ടറിലാണ് ഹോസ്പിറ്റൽ എല്ലാ ഡാറ്റ റെക്കോർഡ്സുകളും സെക്യൂർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താണ്? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. Improved access to patient data. You can have easy entrance to all patient-related data on a system using an HMS. You can also approach data such as patient history, doctors engaged, test result, billing details, and much more with just a few clicks. Okay. പേഷ്യൻസിന്റെ ഡാറ്റാസ് ജസ്റ്റ് കുറച്ചൊരു ഫ്യൂ ക്ലിക്സ് അല്ലെ, ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് എന്താണ് ഇതെല്ലാം തന്നെ ലഭ്യമാകും അല്ലെ. ഇപ്പൊ പേഷ്യൻസിന്റെ ഹിസ്റ്ററി നോക്കണമെങ്കിലോ, ഡോക്ടേഴ്സിന്റെ എൻഗേജ്മെന്റ് നോക്കണമെങ്കിലോ, മറ്റ് ടെസ്റ്റ് റിസൾട്ട്സ് ഏതൊക്കെയാണ്, ബില്ലിംഗ് ഡീറ്റെയിൽസ്, മറ്റെന്ത് കാര്യങ്ങൾ നമുക്ക് എന്താണ് ആ പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്ത് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ഡാറ്റ നമുക്ക് ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് എന്താണ് ആക്സസ് ചെയ്ത ആ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ ഡാറ്റാസ് കൃത്യമായിട്ട് പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ ഹിസ്റ്ററി മുതൽ അല്ലെങ്കിൽ മറ്റു റിസൾട്ട്സുകൾ ഡീറ്റെയിൽസിലെല്ലാം തന്നെ എന്താണ് ചെറിയൊരു ക്ലിക്സുകളോട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതെല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതാണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ എന്ന് പറയുന്നത്. മറ്റു ഫയൽസോ കാര്യങ്ങളോ നമുക്ക് അവിടെ തപ്പേണ്ട ആവശ്യമില്ല. തനിക്ക് കേൾക്കുന്നില്ലേ സജന? റേഞ്ച് ഉള്ളോട് തിരികട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. ക്ലിയർ ആണ്? കേൾക്കാം.
യെസ്, അപ്പൊ ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാനും ചില ക്ലിപ്സിലൂടെ പേഷ്യന്റിന്റെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഡോക്ടേഴ്സിന് വേണ്ടി രോഗിയുടെ രേഖകളോ ഫയൽസുകളോ ഒന്നും പോയി തപ്പേണ്ട ആവശ്യമുള്ള ജസ്റ്റ് ആ പേഷ്യൻസിന്റെ ഐഡിയോ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക എന്താണ് കൃത്യമായിട്ട് അതൊക്കെ നമുക്ക് ഒരു സിസ്റ്റത്തിലൂടെ തന്നെ ത്രൂഔട്ട് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. ഓക്കെ, then reduced turnaround time. Reduced turnaround time. Streamline your hospital workflows by automating routine jobs like appointment or stock management. This decreases the time and effort required to perform these jobs and turnaround time. It also helps hospital staff to focus on more critical patient care areas. Okay. എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്? റെഡ്യൂസ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അവരുടെ ഒരുപാട് എഫേർട്സുകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? ഹോസ്പിറ്റലിന്റെ അവരുടെ എന്താ പറയാ, പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും എന്താണ് ഒരുപാട് സമയം എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ആവശ്യകത അവർക്ക് വരുന്നില്ല, അല്ലെ? അതായത് ഇപ്പൊ എന്താണ് സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി കുറവാണ്. കാരണം എന്താണ് സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് എന്താണ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസിന് കെയർ ചെയ്യാന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇത്തരം സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഫേർട്ട് കുറവാണ്. അത്രയും കൂടുതൽ ശ്രദ്ധ ആർക്ക് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസ്, അല്ലെ? പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഒക്കെ ഒരുപാട് ഫയൽസോ കാര്യങ്ങളോ നോക്കി സമയം കളയേണ്ട ആവശ്യമില്ലാതെ തന്നെ എന്താണ് സിസ്റ്റത്തിലൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എഫേർട്ട്ലെസ് ആയിട്ട് അത് ചെയ്തു തീർക്കാനും കൂടുതലായിട്ട് എന്താണ് പേഷ്യൻസിന് പ്രത്യേകിച്ച് പേഷ്യന്റ് കെയർ ഏരിയാസിനെ കൂടുതൽ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും ഓരോ സ്റ്റാഫുകൾക്ക് സാധിക്കും. ഓക്കെ, അതാണ് റെഡ്യൂസ് ടേൺ അറൗണ്ട് ടൈം എന്ന രീതിയിലൂടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, then അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Cost effectiveness. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overheads, enhancing resource allocation, and reducing the wastage of medical supplies. An HMS can also maximize revenue streams by making sure timely billing and reducing claim delays. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? HMSലൂടെ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് സേവ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? അതായത് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കോസ്റ്റ് വരും, അല്ലെ? നമ്മൾ നേരിട്ടല്ലാതെ ഡയറക്റ്റ് അല്ലാതെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് നമുക്കിപ്പോ നമ്മൾ അലോക്കേറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല റിസോഴ്സസുകൾ പോകുന്നത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ അതെന്താണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരം കാര്യങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ സപ്ലൈയുടെ ഓവർഫ്ലോ വരുന്ന എന്തുകൊണ്ടാണ്? നമുക്കൊരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അത് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട്, നിയന്ത്രണമില്ലാത്ത രീതിയിൽ അതിനെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് എന്താണ് ഓവർഹെഡ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കോസ്റ്റ് വരുന്നത്, അനാവശ്യമായിട്ട് കുറെ ചെലവുകൾ വരുന്നത്, അല്ലെ? നമ്മളത് നിയന്ത്രിതമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ കോസ്റ്റസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ചുരുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? പ്രത്യേകിച്ച് മെഡിക്കൽ സപ്ലൈസുകൾ എന്താണ് അതൊന്നും പാഴാക്കാതെ തന്നെ അത് കൃത്യമായിട്ട് അലോട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അതായത് ഓരോ റിസോഴ്സസിനും നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്താൽ എന്താണ് മെഡിക്കൽ സപ്ലൈസിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പാഴാക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഈ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പ്രത്യേകിച്ച് റിസോഴ്സുകളൊക്കെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ സപ്ലൈസസ് ഒന്നും തന്നെ പാഴാവാതെ നമുക്കത് നിയന്ത്രിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവിടെ ഒരുപാട് ചെലവുകൾ വരുന്നുണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്
An HMS can also maximize revenue streams by making sure timely billing and reducing claim denials. എന്താണ് ഇവിടെ ക്ലെയിം ഡിനൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ക്ലെയിം ഡിനൈൽസ്, ക്ലെയിം എന്താണ്? ക്ലെയിം ക്ലെയിം ഡിനൈൽസ്, ഡിനൈലിംഗ് ഞാൻ പറഞ്ഞ ഡിനൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിരസിക്കുക അല്ലെ? അപ്പൊ ക്ലെയിം ഡിനൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഒരു ക്ലെയിം ഡിനൈൽ ആവുന്നതിന്റെ കാരണം എന്താണ്? നിരസിക്കപ്പെടുന്നതിന്റെ കാരണം എന്താ? ഒരു ക്ലെയിം ഹോസ്പിറ്റലില് ക്ലെയിം കിട്ടാത്ത അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കാം? ഏതെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെ, ഇററുകളോ അല്ലെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്? മെഡിക്കൽ ടൈമിൽ ചിലപ്പോൾ ബില്ലിംഗ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ക്ലൈം ചിലപ്പോൾ ആ പേഷ്യന്റിന് കിട്ടാണ്ടാവും അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ ഒന്നും വരാതെ അത്തരത്തില് ക്ലെയിമിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എണ്ണം കുറയ്ക്കുന്നതിനനുസരിച്ച് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് ക്ലെയിംസ് ഉള്ളവരാണെങ്കിൽ ഈ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എന്താണ് കൃത്യമായിട്ട് അവരുടെ രേഖകള് കൊടുക്കാൻ, കൃത്യമായിട്ട് അവർക്കൊക്കെയാണോ ക്ലെയിംസ് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ, അതിനനുസരിച്ച് എന്താണ് നമുക്ക് ഹോസ്പിറ്റലിന്റെ റവന്യൂസ് മാക്സിമം ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ഹെഡ് ആയിട്ട് വരുന്ന മറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾ കുറച്ചുകൊണ്ട് നിയന്ത്രണമായിട്ട് എന്താണ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതെല്ലാം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിന്റെ റവന്യൂസ് കുറച്ചുകൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാനും അവിടെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാനായിട്ടും സാധിക്കും കേട്ടോ. ഇതാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന രീതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് കുറച്ചുകൊണ്ട് നമ്മൾ അവിടെ കോസ്റ്റ് സേവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ്? ഇത്തരത്തില് സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഡാറ്റാസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ആക്യുറേറ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇന്റലിജന്റ് അനലറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഇന്റലിജന്റ് അനലറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. എന്താണ് അനലറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്റലിജന്റ് അനലറ്റിക്സ് അനലൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്താ? നമ്മൾ അനലൈസ് ചെയ്യാം. അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിപ്പോർട്ട്സ് അനലൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്താ? മലയാളത്തിൽ അതിനെന്താ നമ്മൾ പറയുന്നത്? നിരീക്ഷിക്കാൻ വെച്ച ഒബ്സർവേഷൻ അല്ലേടോ? നിരീക്ഷിക്കുക, അനലൈസ് ചെയ്യുക, വിശകലനം. യെസ്, വെരി ഗുഡ് അല്ലെ? വിശകലനവുമായി ബന്ധപ്പെട്ട്, അതായത് നല്ല രീതി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അനാലിസിസിന് ശേഷമാണ് ഓരോ റിപ്പോർട്ട്സുകളും ഈ സിസ്റ്റത്തിൽ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. An HMS can give valuable insights regarding operations by generating real-time reports on various metrics such as patient flow, occupancy rates, and income generation. This helps you make data-driven decisions, improve process, and optimize resources. Okay. നമുക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റിയൽ ടൈം റിപ്പോർട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടും പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരം ഡീറ്റെയിൽസുകൾ റിയൽ ടൈം റിപ്പോർട്ട്സുകളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളുടെ റിയൽ ടൈം റിപ്പോർട്ട്സുകളാണ് വരുന്നത്? പേഷ്യന്റ് ഫ്ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ, ഒക്യുപ്പൻസി റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ ആ ഒരു താമസ നിരക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? പിന്നെ ഇൻകം ജനറേഷൻസ്, വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സുകളും അല്ലെ, എല്ലാ റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യുന്നത് HMS തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് മെട്രിക്സുകൾ ഏതൊക്കെയാണെന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് പേഷ്യന്റ് ഫ്ലോസിനെ കുറിച്ചിട്ട്, ഒക്യുപ്പൻസി റേറ്റ്സ് ആൻഡ് ഇൻകം ജനറേഷൻസ്. ഇത്തരം റിപ്പോർട്ട്സുകൾ കൃത്യമായ രീതിയിൽ എന്താണ്
ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഈ റിപ്പോർട്ട്സുകൾ നമ്മൾ ആക്സസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിൻ്റെതായി സംബന്ധിച്ചിരിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളുടെയും റിയൽ ടൈം റിപ്പോർട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിലൂടെയാണ്? ഇന്റലിജന്റ് ആയിട്ടുള്ള അനലിറ്റിക്സ് റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് കേട്ടോ. യെസ്, ക്ലിയർ? The next benefit ആണ് centralized administrative control. Centralized administrative control. An HMS helps to build a centralized platform for managing activities, allowing hospital to streamline their administrative process. It ensures consistency beyond departments. This can enhance efficiency, minimize errors, and better overall patient care. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രലൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? നമ്മള് സെൻട്രലൈസ് ചെയ്യാം. ഇതൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് അല്ലെ? സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ മാനേജിങ് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ്? പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് നിയന്ത്രിക്കുന്നത് ഈ HMS സോഫ്റ്റ്വെയറിലൂടെയാണ് അല്ലെ? പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? യാതൊരു വിധത്തിലുള്ള എറേഴ്സുകൾ വരാതെ പ്രത്യേകിച്ച് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, നല്ല എഫിഷ്യന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യും അല്ലെ? എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും എഫിഷ്യന്റ് ആയിട്ടും മറ്റു പിശകുകളോ മിസ്റ്റേക്സുകളോ വരാതെ തന്നെ പ്രത്യേകിച്ച് ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ് ഒരു എല്ലാ ഇൻഫോർമേഷൻസിനെയും എന്താണ് പ്രത്യേകിച്ച് എന്താണ് ഇന്റർഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ HMS കൈകാര്യം ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിനെയും കൈകാര്യം ചെയ്യണം. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് മറ്റ് പിശകുകളോ മിസ്റ്റേക്സോ ഒന്നും വരാതെ തന്നെ എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സെൻട്രലൈസ്ഡ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് നിയന്ത്രിക്കുന്നത് ഈ HMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പേഷ്യൻസിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു കെയർ നിലനിർത്താനായിട്ടും ഈ ഒരു സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, യെസ്, ക്ലിയർ? പിന്നെ ഇവിടെ സെൻട്രലൈസ് ചെയ്യാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും എല്ലാം ഒരു കേന്ദ്രീകരണമാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ്സിലെ ഇൻഫർമേഷൻസ് മറ്റെവിടെയെങ്കിലും നമ്മൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ പോലും എന്താണ് ഇതെല്ലാം തന്നെ നമ്മൾ ഒരൊറ്റ രീതിയിൽ ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയില്ല, ആ ഒരു കുടക്കീഴിൽ തന്നെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ജസ്റ്റ് ഫ്യൂ ക്ലിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചിലപ്പോൾ ഇൻഫർമേഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വരെ അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആണ് എന്ത് ഈ ഒരു HMS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനോ ഇത്തരത്തിലൊരു HMS സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. ഓക്കെ, അറിയാലോ reduced medical errors. എന്താണ്? An HMS can help reduce medical errors by providing doctors and nurses with updated patient information. It reduces the risk of misdiagnosis, incorrect treatment, or adverse drug interactions. HMS സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ലെ? യെസ്, ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമുക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസിലോ അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് ആളെ ഡയഗ്നോസ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് ആൾക്ക് കൃത്യമായിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കാൻ അല്ലെ? ഇത്തരം മെഡിക്കേഷൻസ് ആണ്, അതിൽ യാതൊരു മിസ്റ്റേക്സുകളൊന്നും വരാതെ തന്നെ എന്താണ് പേഷ്യൻസിനെ നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും അതുകൊണ്ട് രോഗികൾക്ക് എന്താണ് മറ്റ് മിസ്റ്റേക്ക് വരുന്നില്ല. അതായത് നമ്മളിപ്പോ ചിലപ്പോ എഴുതുന്ന കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന മരുന്നുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസിൽ മിസ്റ്റേക്ക് വന്നാൽ എന്താണ് ആ പേഷ്യന്റിന്റെ ചിലപ്പോൾ ആരോഗ്യത്തെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത് അല്ലെ? അത് പല ലീഗലായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും എത്തിയേക്കാം. പക്ഷെ നമ്മള് ഇതെല്ലാം ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനാൽ തന്നെ എന്താണ് ഡോക്ടേഴ്സിനും നഴ്സിനും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻസ് ആണെങ്കിൽ എന്താണ് അതിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്
ഈ HMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഡിക്കൽ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? The last benefit ആണ് reduced readmission and rehospitalization rates. Reduced readmissions and rehospitalization rates. Readmission and rehospitalization എന്ന് പറയുന്നത് എന്താ? Readmit ആണ് പറയുന്നത്. വീണ്ടും വീണ്ടും അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ടോ? പല കാരണങ്ങൾ കൊണ്ട് complications വരുന്നുണ്ടോ? And HMS can also decrease readmission and rehospitalization rates by ensuring timely follow-ups. This increases patient outcomes and minimize complication risk. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ പേഷ്യൻസിന് കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യാൻ ഇപ്പൊ എന്തെങ്കിലും അവർക്ക് അതുമായി ഫോളോ അപ്പ് ചെക്കപ്സുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അവരുടെ മൊബൈൽ സിസ്റ്റത്തിലൊക്കെ തന്നെ എന്താണ് അപ്ഡേറ്റ് ചെയ്യാനും കൃത്യമായിട്ട് അവർ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്താണ് കൃത്യമായ ഇടവേളകളിൽ പേഷ്യൻസിന് യാതൊരു തടസ്സങ്ങളില്ലാതെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ലഭിക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ് എപ്പോഴും ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അസുഖം മാറാതെ തന്നെ ചില ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ അസുഖം മാറി വന്നാലും പിന്നെയും പോകേണ്ടി വരും. കാരണം എന്താണ് സുഖം പ്രാപിച്ചിട്ടല്ല ആള് തിരിച്ചു വരുന്നത് അല്ലെ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ടാകും. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവാം. അവിടെ കൊടുക്കുന്ന മരുന്നുകൾ മൂലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ പേഷ്യന്റ് പിന്നെ അവിടെ തന്നെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് ഫോളോ അപ്സ് കിട്ടുന്നു. ഓക്കെ, എവിടെയൊക്കെ ഏതൊക്കെ സമയത്താണ് ഡോക്ടേഴ്സിനെ കാണേണ്ടത് അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താണ് എല്ലാ ഇൻഫർമേഷൻസ് അവർക്ക് ഷെയർ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്ത് പോകാനൊക്കെ പേഷ്യൻസിനെ ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് റെഡ്യൂസ് റീഅഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സഹായിക്കും കേട്ടോ. ഇപ്പോ 9 ബെനിഫിറ്റ്സ് ആണ് HMS സോഫ്റ്റ്വെയറിനുള്ളത്. 9 ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒന്ന്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽസ്, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആക്ട് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ടിന് പ്രകാരമാണ് ഹോസ്പിറ്റൽ എല്ലാ ഡാറ്റാസും നമ്മൾ ആ ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് പഠിക്കണം കേട്ടോ. പിന്നെന്താണ്? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റാസും നമുക്ക് എന്താണ് ജസ്റ്റ് ഫ്യൂ ക്ലിക്സിലൂടെ തന്നെ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. റെഡ്യൂസ് ടേൺ ഓവർ ടൈം. പേഷ്യൻസിന്റെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോബ്സ് കുറച്ചുകൂടി ഈസി ആക്കിയാണ് അല്ലെ. എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ പേഷ്യന്റ് കെയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടും സിസ്റ്റം സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പ്രത്യേകിച്ച് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സുകൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ വരാതെ നിയന്ത്രിതമായിട്ട് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യാനോ ഹോസ്പിറ്റലിന്റെ റവന്യൂസ് മാക്സിമൈസ് ചെയ്യാനൊക്കെ ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് എല്ലാ തരത്തിലുള്ള റിയൽ ടൈം റിപ്പോർട്ട്സുകൾ എടുക്കാനായിട്ടും ആ റിപ്പോർട്ട്സിൽ എല്ലാത്തരം പ്രത്യേകിച്ച് പേഷ്യന്റ് ഫ്ലോയിനെ കുറിച്ചിട്ടും ഓക്യുപ്പൻസി റേറ്റ്സിനെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും റിയൽ ടൈം റിപ്പോർട്ട്സുകൾ ശേഖരിക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് എന്താ HMS എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനും എഫിഷ്യന്റ് ആയിട്ടും അതേപോലെ തന്നെ മെഡിക്കൽ റിസോഴ്സസ് ഒക്കെ കുറച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ഓവറോൾ കെയർ ബെറ്റർ ആക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നു. പിന്നെ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ ഇറേഴ്സും റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ റെഡ്യൂസ് റീഅഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ്. ഓക്കെ, ഇത്രയുമാണ് HMSന്റെ എന്താ ബെനഫിറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. പേരുകൾ പഠിക്കണം. ആക്ടിന്റെ എക്സ്പാൻഷനും പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം. HISന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്? പേഷ്യന്റ് പോർട്ടൽ, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്,
then e-prescribing, remote patient monitoring, master patient index. Okay. അതിൽ ഫസ്റ്റ് വരുന്ന ഫീച്ചർ ആണ് എന്ത്? പേഷ്യന്റ് പോർട്ടൽ. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും അല്ലെ? പേഷ്യന്റ് പോർട്ടൽ എന്ന ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഫീച്ചർ ആണ് എന്ത്? പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നോക്കാം. The patient portal is an unavoidable feature of health information system. It's a program like the electronic health record, but what makes it different is that these patients can have secure online entry to the medical records, arranging doctor appointments, passing information with the doctor, checking medical bills and processing payments online. Okay, so patient portal എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് പോർട്ടലിലൂടെ നമുക്ക് ജസ്റ്റ് എന്താണ് എല്ലാ കാര്യങ്ങളും ഒരു പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ എൻട്രി ആണ് അല്ലെ? പേഷ്യൻസിന് പ്രത്യേകിച്ച് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിന്, മറ്റ് ഇൻഫർമേഷൻസ് ഡോക്ടർക്ക് പാസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന്, then അവരുടെ മെഡിക്കൽ ബിൽസ് കൃത്യമായി ചെക്ക് ചെയ്യുന്നതിന്, മറ്റ് ഓൺലൈൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റ്സ് ഒക്കെ അതിന്റെ പ്രോസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇലക്ട്രോണിക് ഹെൽത്ത് പ്ലാറ്റ്ഫോം ആണ് എന്ത്? പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ആണ് കേട്ടോ. യെസ്, അതായത് ആ ഒരു പേഷ്യൻസിന്റെ മാത്രമായിട്ടുള്ള എല്ലാ അവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ്, എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ജസ്റ്റ് ലൈക്ക് ഒരു പ്രോഗ്രാം ആണ് എന്താ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? They requires a smart equipment to avail themselves of the maximum benefit of the feature instead of the following. The age-old process of arranging doctor's appointment. They may just log in to their account in the patient portal, have an understanding of the availability of the doctors and make an appointment according to their convenience, the doctor's availability. അപ്പൊ ഈ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുമ്പോൾ അതിലെ പേഷ്യൻസ് എന്താണ് ജസ്റ്റ് അവർക്കൊന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിലൂടെ ആയിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് അതൊക്കെ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട അവർക്ക് ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് എന്താണ് നമ്മൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഒരു ചാർട്ട് ആയിരിക്കും, അവരുടെ ഒരു പേജ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ പേഷ്യൻസിന് ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് ക്രമീകരിക്കണമെങ്കിൽ ഇപ്പൊ നമ്മള് പഴയ കാലത്ത് ഒരു രീതി പിന്തുടരാതെ ഇവിടെ ഏജ് ഓൾഡ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പണ്ട് നമ്മള് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഇപ്പൊ അവിടെ പോയി എഴുതിയൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എന്താണ് നമുക്ക് ഓൺലൈൻ വഴി എന്താണ് ഈ പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് അപ്പോയിന്റ്മെന്റ്സുകൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്, അപ്പോയിന്റ്മെന്റ്സുകൾ ക്രമീകരിക്കാം. അതേപോലെ തന്നെ എന്താണ് ഡോക്ടേഴ്സിനും ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് നമുക്ക് പാസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി പേയ്മെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പേയ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ഡോക്ടേഴ്സിന് പോർട്ടലിൽ ലോഗിൻ ചെയ്തു എന്ന് വിചാരിക്കും. ലോഗിൻ ചെയ്തതിനു ശേഷം എന്താണ് അപ്പോയിന്റ്മെന്റ് നോക്കുക, ഏത് ഡോക്ടർ ആണെന്നുള്ള അപ്പോയിന്റ്മെന്റ് നോക്കും. അതിനുശേഷം അവൈലബിലിറ്റി, ആ ഡോക്ടർ അവൈലബിൾ ആണോ നോക്കിയിട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നത്. ആഫ്റ്റർ അറേഞ്ചിങ് അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ബില്ല് വെരിഫൈ ചെയ്യണം അല്ലെ? ഏതാണ് ആ പേയ്മെന്റ് അവിടെ കാണിക്കും. അതിനനുസരിച്ച് എന്താണ് നമ്മൾ ആ പേയ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് വരും. ജസ്റ്റ് നമ്മളത് എന്ത് ചെയ്യണം? ഇപ്പൊ പല സംവിധാനങ്ങളുണ്ട് അല്ലെ പേ ചെയ്യാനായിട്ടുള്ള, അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ബില്ല് പേ ചെയ്യുന്നു. അതോടുകൂടി എന്താണ് ആ ഒരു പ്രോസസ്സ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ്. ജസ്റ്റ് ഇത്ര നിസ്സാര കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നും, പക്ഷെ എന്താണ് ജസ്റ്റ് ഒരു ലോഗിൻ ചെയ്യുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസും കുറച്ച് ക്ലിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓൺലൈൻ പേ ചെയ്യുന്നത് വരെ വളരെ സിമ്പിൾ ആണ് കാര്യം. ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു പേജ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരെ നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ആക്സസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ ഒരു ഓൺലൈനിലൂടെ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുകയാണ് അല്ലെ? ശരിക്കും മാത്രമല്ല എന്താണ് വളരെ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് എന്താണ് ആ ഒരു ഡീറ്റെയിൽസ് അവരുടെ ഒരുപാട് സമയത്ത് ക്യൂ നിന്നും അങ്ങനെയൊന്നും ചെയ്ത് നിൽക്കാതെ തന്നെ ജസ്റ്റ് അവരുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് അത് സിമ്പിൾ ആയിട്ട് എന്താണ് ആക്സസ് ചെയ്തെടുക്കാനും സാധിക്കുന്നു. മാത്രമല്ല ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹോസ്പിറ്റൽ സെൽഫ് ദിസ് ഇംപ്രൂവ് ദെയർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആൻഡ് ബിൽഡ് ദംസെൽവ്സ് ആൻഡ് ഡിപെൻഡബിൾ വൺസ്.
ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്കും എന്താണ് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്കും ഈ ഒരു സിസ്റ്റം വളരെയധികം ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ HIMSന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് എന്ത് പേഷ്യന്റ് പോർട്ടൽ. പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യന്റിന്റെ അത് ലോഗിൻ ചെയ്ത് പേഷ്യൻസിന്റെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കി അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് വെരിഫൈ ചെയ്ത് പിന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബില്ലിംഗ് ചെയ്ത് പേയ്മെന്റ് അടയ്ക്കുന്നതോടുകൂടി പേഷ്യൻസിന്റെ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഈസി ആയിട്ട് എന്താണ് പേഷ്യൻസ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ ലെവല് വർദ്ധിക്കാനായിട്ടും ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളിപ്പോ പറഞ്ഞ സമയം പോലും വേണ്ട ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കേട്ടോ. ഓക്കെ, അത്ര സിമ്പിൾ ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. യെസ്, ക്ലിയർ ആണോ ഉള്ളവരെ? ഫസ്റ്റ് ഫീച്ചർ ആണ് നമ്മൾ പഠിച്ചത് പേഷ്യന്റ് പോർട്ടൽ. സെക്കൻഡ് ഫീച്ചർ എന്താണ്? മെഡിക്കൽ ബില്ലിംഗ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടത്. മെഡിക്കൽ ബില്ലിംഗ്. Online medical billing features control all the billing work in less amount of time than usual. What are the days when hospitals spend a major amount of time controlling all the appointments and billing. Now within the medical billing features, patient billing, insurance details, patient tracking and payment process, everything can be managed with the capability. You can even accept a notification alert if there is any delay or other issues in payment so that you can take action according to the norms. Okay. Medical billing നമ്മൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ, ഓൺലൈനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് HIMSന്റെ മെയിൻ ഫീച്ചർ ആണ് ഇത് മെഡിക്കൽ ബില്ലിംഗ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. യെസ്, അതായത് നമുക്ക് ഒരു നിസ്സാര സമയം എടുത്തുകൊണ്ട് തന്നെ എന്താണ് പേയ്മെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, യെസ്, എത്ര തരം എമൗണ്ട്സ് ആണെങ്കിലും എന്താണ് നമ്മൾക്ക് അത് നിയന്ത്രിതമായ രീതിയിൽ നമ്മളുടേതായ സമയത്ത് എപ്പോഴാണോ അത് അറേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അത് പേ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, പ്രത്യേകിച്ച് ആദ്യത്തെ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് പേഷ്യൻസ് ബില്ലിംഗ്, ഇൻഷുറൻസ്. അപ്പോൾ ഈ ബില്ലിംഗ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കും? മെഡിക്കൽ ബില്ലിംഗിന്റെ കാര്യങ്ങളിൽ ആ ഒരു പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും? പേഷ്യൻസിന്റെ ബില്ലിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, പേഷ്യന്റ് ട്രാക്കിംഗ്സ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, മാത്രമല്ല പേയ്മെന്റ് പ്രോസസ് എവറിത്തിങ് ക്യാൻ ബി മാനേജ് വിത്ത് ദി capability. Can even accept a notification alert if there is any delay or other issues in payments so that you can take action according to the norms. ഇനി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിലേസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. എന്തെങ്കിലും എറർ വരുന്ന സമയത്ത്, ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡിലേ വരാനുള്ള സാധ്യത. അത്തരം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഫോണിലേക്ക് എന്താണ് ഒരു മെസ്സേജ് അയക്കുക അല്ലെ, ഡിലേ വരാനുള്ള കാരണം എന്താണെന്നുള്ളതിന്റെ ആ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരും. ഓക്കെ, യെസ്, അതായത് നമ്മൾ ഇപ്പോ ബില്ല് ചെയ്ത് കഴിഞ്ഞാലും അത് ആക്സസ് ആയി എന്നുള്ളത് ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും വന്നായിട്ട് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് വൈകിയതിനെ കുറിച്ചിട്ട് അവർ മെസ്സേജ് നമുക്ക് അയക്കും അല്ലെ. നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഓൺലൈനായിട്ട് മെഡിക്കൽ ബില്ലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് അത് ഡിലേ ആവാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ഡിലേ ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് അതിന്റെ മെസ്സേജ് വഴി, അതുപോലെ മെസ്സേജ് വഴി നമ്മുടെ ഫോണിലേക്ക് അവർ അയക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് HIMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ ബില്ലിംഗ് പ്രോസസ്സുകൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, നിസ്സാര സമയം എടുത്തുകൊണ്ട് തന്നെ എന്താണ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. നമ്മൾ നേരത്തെ പേഷ്യന്റ് പോർട്ടൽ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഈ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. Just as a patient portal, with a patient scheduling, patients can arrange their own appointments by virtually logging in their respective accounts. This way, they neither should wait in line in front of the doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointment.
All the facilities will be available 24/7 with just a tap away. They can even go with their convenience with the availability of the doctors and make appointments accordingly. Okay. Yes. എന്താണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പേഷ്യന്റ് പോർട്ടലിൽ ചെയ്ത അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന്, അതായത് റെസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അപ്പോൾ ഓരോരുത്തർക്കും സ്വന്തം അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ട്സിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അത് ഷെഡ്യൂൾ ചെയ്യാൻ, അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോയിന്റ്മെന്റ്സുകൾ ക്രമീകരിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ പേഷ്യൻസിനും സാധിക്കും. ഓക്കെ. ഇനി നമ്മുടെ ഒരു ഡോക്ടറിന്റെ ചേംബറിൽ നിന്ന് ക്യൂ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ ഒരുപാട് സമയം ക്യൂ നിന്നോ അങ്ങനെ ഒന്നും അപ്പൊ അങ്ങനെ നിന്നൊന്നും ക്യൂ നിന്നുകൊണ്ടൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ഓരോരുത്തരുടെ സ്വന്തമായിട്ട് അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റ് ഷെഡ്യൂൾ എന്ന പേജിലും സഹായിക്കുന്നു കേട്ടോ. ഓൾ ദ ഫെസിലിറ്റീസ് വിൽ അവൈലബിൾ. ഈ ഒരു ഫെസിലിറ്റീസ് എപ്പോഴും നമുക്ക് എത്ര സമയം ഉണ്ടായിരിക്കും? എത്ര സമയം ഉണ്ടായിരിക്കും ഇത്? സമയപരിധി ഉണ്ടോ അതിന്? ഉണ്ടോ? ഇല്ല, 24/7 അല്ലേ? ഫുൾ ഡേ നമുക്ക് എന്താണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. യെസ്. ഡോക്ടേഴ്സിന് നമ്മൾ ക്യൂ നിന്ന് കാണേണ്ട ആവശ്യമില്ല. പേഷ്യന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് പ്രകാരം നമുക്ക് എന്താണ് അവൈലബിലിറ്റി അനുസരിച്ച് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റുകൾ സ്വീകരിക്കാൻ, അതിനനുസരിച്ച് ഡോക്ടേഴ്സിനെ കാണാനായിട്ടും സാധിക്കും കേട്ടോ. This feature is beneficial to the care providers too. They can allot their staff test rooms and specialty apparatus if required. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഫീച്ചേഴ്സ് ഈസ് ബെനിഫിഷ്യൽ ടു കെയർ പ്രൊവൈഡേഴ്സ്. കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ആരെയാണ്? കെയർ പ്രൊവൈഡേഴ്സ് ആരാണ്? ആരാണ് കെയർ കൊടുക്കുന്ന? ഹോസ്പിറ്റൽ സ്റ്റാഫുകള്. ഹെൽത്ത് കെയർ സ്റ്റാഫുകള് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫീച്ചർ കൂടുതൽ അവർക്കും കൂടി ബെനിഫിറ്റ് ആണ് അല്ലെ. അവർക്ക് ഓരോ പേഷ്യൻസിന് ഇങ്ങനെ ഒരു ഫയൽസ് ഒക്കെ എടുത്ത് നോക്കി കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് അവരെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സിൽ എന്താണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ നോക്കി ഓരോരുത്തരെ കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് ഡോക്ടേഴ്സിനെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാനാണ് അവരെ സഹായിക്കുന്നത്. ഇനി ഓരോ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്റ്റാഫുകൾ അലോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് റൂംസുകളോ മറ്റ് സ്പെഷ്യൽ അപ്പാരറ്റസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്താണ് അതിനനുസരിച്ചിട്ടൊക്കെ ആവശ്യാനുസരണം എന്താണ് അതൊക്കെ അലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു സമയത്ത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അതൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഹെൽത്ത് സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് സെറ്റിംഗ്സിലെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്നൊരു ആപ്പ് അവർക്ക് കൂടുതൽ എഫേർട്ട് കുറയ്ക്കാനും പേഷ്യൻസിന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇ പ്രിസ്ക്രൈബിംഗ്. എന്താണ് ഇ പ്രിസ്ക്രൈബിംഗ്? ഇ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? E stand for electronic prescribing. Okay. Yes. എന്താണ് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്? ഇവിടെ ഡോക്ടേഴ്സ് ഒരു പേപ്പറിലാണ് ഇതെല്ലാം എഴുതുന്നത്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്. ഒരു രോഗി ഡോക്ടറെ കാണുന്നു, രോഗി രോഗങ്ങളെ കുറിച്ച് പറയുന്നു, ഡോക്ടർ എന്ത് ചെയ്യുന്നു? സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പറഞ്ഞ കാര്യങ്ങൾ അതില് എന്ത് ചെയ്യുന്നു? അതിലായിരിക്കുള്ള പറഞ്ഞ കാര്യങ്ങൾ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. പറഞ്ഞതിന് ശേഷം ആ ഡോക്ടർ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഡോക്ടർ എന്ത് ചെയ്യുന്നു? നേരെ ആ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് എങ്ങോട്ടേക്കാണ് അയക്കുന്നത്? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻസ് എങ്ങോട്ട് അയക്കുന്നു? എങ്ങോട്ടേക്ക് അയക്കും? മരുന്നുകൾ എങ്ങോട്ടേക്കാണ് നമ്മൾ അയക്കുന്നത്? യെസ്, ഫാർമസിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട്. ഡോക്ടർ തന്നെ എന്താണ് ഫാർമസിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ. ഓക്കെ. ഇത്രയുള്ളത്. ഒരു രോഗി ഡോക്ടറെ കാണുന്നു, രോഗങ്ങളെ കുറിച്ച് പറയുന്നു, ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പ്രിസ്ക്രിപ്ഷൻസ് കമ്പ്യൂട്ടറിൽ തന്നെ എന്താണ് അത് ഓൺലൈൻ ആയിട്ട് ഫാർമസിയിലേക്ക് മരുന്ന് വിവരങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. പ്രിസ്ക്രൈബിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള അത്രയേ ഉള്ളൂ. ഓക്കെ. നമുക്ക് നോക്കാം എന്താണ്. This software in health information system accelerate the complete prescription process normally done by the staff members of the medical practitioner's office. There are
are able to send and fill the prescription of every patient to the pharmacies online. Also, they can trace the entire process and take any actions if required. This way, the whole process becomes quick, safe, and free of error. Okay, okay, electronic prescriptionസിലൂടെ നമുക്ക് എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് ഈസി ആയിട്ട് ഡോക്ടേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അല്ലെ. പേഷ്യൻസ് പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ കേട്ടതിന് ശേഷം ആ പ്രിസ്ക്രിപ്ഷൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് എന്താണ് ഓൺലൈനിലൂടെ പേഷ്യൻസിന്റെ ആ പ്രിസ്ക്രിപ്ഷൻസ് ഓൺലൈനിലൂടെ ഫാർമസിയിലേക്ക് അയക്കുന്നു. ദെൻ പേഷ്യൻസിന് എന്താണ് ആ ഒരു സമയത്ത് നേരിട്ട് ഫാർമസി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് മരുന്നുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അധികം സമയം എടുക്കാതെ തന്നെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ ക്വിക്കായിട്ടും വളരെ സേഫ് ആയിട്ടും മറ്റ് മിസ്റ്റേക്സുകളൊന്നും ഇല്ലാതെ തന്നെ എന്താണ് പേഷ്യൻസിന് മരുന്നുകള് നല്ല സൗകര്യത്തോട് തന്നെ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ് എന്താ ഈ പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് കുറച്ചുകൂടി സ്പീഡായിട്ട് തന്നെ നമുക്ക് മരുന്നുകൾ എത്രയും പെട്ടെന്ന് രോഗിക്ക് ലഭിക്കാനായിട്ടും ഇത് സാധിക്കുന്നു. ഓക്കെ, എറേഴ്സുകൾ കുറയ്ക്കാനും എഫിഷ്യന്റ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ടും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായോ പ്രിസ്ക്രൈബിംഗ്? 2:30 ആകുമ്പോൾ ഒരു ബ്രേക്ക് തരാം കേട്ടോ. 3 മണി വരെ ഉള്ളൂ ക്ലാസ്. 2:30ക്ക് ബ്രേക്ക് തരാം, ഒരു 5 മിനിറ്റ്. ബോറടിക്കുന്നുണ്ടോ? യെസ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് HMS ആണ് കേട്ടോ. ഏതൊക്കെ ഫീച്ചേഴ്സ് പഠിച്ചു? പേഷ്യന്റ് പോർട്ടല്, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, ഇ പ്രിസ്ക്രൈബിംഗ്. നെക്സ്റ്റ് വരുന്ന എന്താണ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. Remote patient monitoring. This is another aspiring feature of health information system, which enables access to patients' details easily. Healthcare providers deliver good healthcare to patients. The mitigate severe condition expenses. Remote patient monitoring, അല്ലെങ്കിൽ RPM, അത് underline ചെയ്യണേ. Remote patient monitoring, RPM, is really useful for patients who are experiencing chronic health issues. Okay, എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആൻസറിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്താ അല്ലെങ്കിൽ RPM എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് പ്രത്യേകിച്ച് എങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൂടുതൽ യൂസ്ഫുൾ ആക്കുന്നത്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ്. ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് അറിയാമോ? പഠിച്ചിട്ടുണ്ടോ? ക്യാൻസർ ആണോ? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതില്? ഹാർട്ട് ഡിസീസസ് വരും. എന്തൊക്കെ വരും? TB, asthma, incurable, cancer, TB. വേറെ എന്തൊക്കെയാ വരുന്നുണ്ട്? COPD ഒക്കെ വരുന്നത് അതാണോ? COPD പഠിച്ചിട്ടില്ലേ നിങ്ങള്? യെസ്. മെന്റൽ ഡിസോർഡർ ഒക്കെ അതിൽ വരുന്നതാണോ? ക്രോണിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണോ? പൾമണറി ഡിസീസസ്. ഓക്കെ, യെസ്. അപ്പൊ ഈ RPM എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, COPD. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്തരം ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസിനാണ് കൂടുതലും എന്ത് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, yes, doctors use the information gathered through RPM for monitoring patient health status. അപ്പൊ നമുക്ക് ഈ RPMസിൽ ഇത്തരം കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് മാത്രമല്ല കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നോക്കുന്നത് അല്ലെ.
അതായത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആണ് ഇത് വരുന്നത്. അപ്പോൾ അത്തരം പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് പ്രത്യേകിച്ച് എന്താണ് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് അവർക്ക് ഡോക്ടേഴ്സിന് അത് നോക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. Then also with these details, they can predict from any situation that would or else require serious medical interventions other than chronic health care. RPM is useful for other cases too, such as care for senior citizen, care after discharging a patient, treatment for behavioral health and substance abuse, etc. For remote patient monitoring, നമ്മൾ പറഞ്ഞു ഹെൽത്ത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനാണ്. അപ്പോൾ അവരുടെ ഇൻഫോർമേഷൻസ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസുകൾ നോക്കുന്നത്. ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് അവരെ അത്തരം കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താണ് അവരുടെ ഡീറ്റെയിൽസ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എന്താണ് ഓരോ രോഗികൾക്കും പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ കൈകാര്യം ചെയ്യുന്ന ഓരോ രോഗികൾക്ക് ആവശ്യാനുസരണമുള്ള ഒരു ട്രീറ്റ്മെന്റ്സുകളും അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള മറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മറ്റ് കാറ്റഗറിയിലുള്ള കുറച്ച് പേഷ്യൻസിന് ഇത് ഹെൽപ്ഫുൾ ആണ്. അതായത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് സീനിയർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസ്, അതേപോലെ തന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് പേഷ്യൻസ്, ഡിസ്ചാർജ് ചെയ്തിട്ടും അതിനുശേഷം കെയർ ആവശ്യമുള്ള പേഷ്യൻസ്, അതേപോലെ തന്നെ എന്തെങ്കിലും ബിഹേവിയർ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള അവസ്ഥകളുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെ മെന്റലി ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനും എന്താണ് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കൂടുതൽ സഹായകരമായിരിക്കും. അതായത് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ നോക്കുന്നത്. എല്ലാ പേഷ്യൻസിന്റെ പോർട്ടൽ പോലെ അല്ല റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള പേഷ്യൻസിന്റെയാണ് ട്രീറ്റ്മെന്റ്സ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അത് ഒരു ത്രൂ ഓൺലൈനിലൂടെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസിന് കൂടുതൽ യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് സീനിയർ സിറ്റിസൺ പോലുള്ള പേഷ്യൻസ്, ആഫ്റ്റർ ഡിസ്ചാർജിങ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ്, പിന്നെ ബിഹേവിയർ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻസ് അബ്യൂസ് ഒക്കെ ചെയ്തിരിക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് ഈ RPM വഴി നമുക്ക് എന്താണ് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന രോഗികളുടെ കാറ്റഗറീസിൽ വരുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടെ. എന്റെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഏതൊക്കെ കേസസ് ആണ് അതർ കേസസ് എന്ന് പറയുന്നത്? സീനിയർ സിറ്റിസൺ മുതൽ സബ്സ്റ്റാൻസ് അബ്യൂസ് എക്സെട്ര വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Okay. Yes. Yes, നിങ്ങളൊരു 5 മിനിറ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് വാട്ടോ. എന്നിട്ട് ഒന്നുകൂടി പറയാം.
ഓക്കെ, കേൾക്കാമോ? യെസ്. ഓക്കെ, RPM യൂസ്ഫുൾ ആവുന്ന കേസസുകൾ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തല്ലോ. ശരി. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ രോഗികൾക്ക് എന്താണ് നല്ല കെയർ കൊടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് വരുന്ന ഫീച്ചർ ആണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കേട്ടോ, MPI, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. Master Patient Index has gathered popularity across many hospitals and large organizations of medical practice. With this technology, one requires to feed the patient's information once. After that, it gets connected to numerous databases, and therefore this data can be useful in future for the lab tests and clinical departments. Okay. So Master Patient Index എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം അദ്ദേഹത്തിന് എന്താണ് ഒരു UHID അല്ലെങ്കിൽ UHID എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ഓക്കെ, അത് ആദ്യം ജനറേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നീടാണ് ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നത് കേട്ടോ. ഒരു രോഗി ഹോസ്പിറ്റലിൽ വരെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആദ്യം അദ്ദേഹത്തിന് എന്താണ് നമ്മളൊരു UHID അഥവാ യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡോക്ടേഴ്സിനെ കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയും ഇപ്പൊ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ പോകുമ്പോൾ പിന്നീട് നമ്മൾ എപ്പോഴും രജിസ്റ്റർ ചെയ്ത കാര്യമില്ല. ഓൾറെഡി നമ്മൾ എന്താണ് ഒരു പ്രാവശ്യത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ID വെച്ചിട്ട് നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്നത് വഴി എന്താണ് നമുക്ക് ആ ഡാറ്റാസ് ക്ലിയർ ആയിട്ട് കിട്ടും. ഒരു പ്രാവശ്യം മാത്രം ഇൻഫർമേഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ഇനിയിപ്പോ ചില പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതില്ലാതെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ UHIDയുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അങ്ങനെ അറിയാതെ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് അതിന്റെ പേരും ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ജനറേറ്റ് ചെയ്ത പേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആക്സസ് ചെയ്തെടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന യൂണിക് ID ഇല്ലേ, ആ ID ഇല്ലാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതായത് ഉണ്ടായിട്ടും ചിലപ്പോൾ മറന്നുപോകുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കയ്യിലില്ലാതെ ചിലപ്പോൾ ഒരു കാർഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് അവരുടെ ജസ്റ്റ് പേരും ഡീറ്റെയിൽസും അടിച്ചു കൊടുത്താൽ തന്നെ എന്താണ് അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് സിസ്റ്റത്തിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം മാത്രം ഇത് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. Finding the data manually every time is not needed. Then this ease of access to patient details is most important benefit of the using the master patient index. Also, it is totally automated, minimize the possibility of errors and improve the safety of the information. അപ്പോ ഇതിന്റെ പ്രധാനമായ പ്രത്യേകത എന്ന് പറയുന്നത് വിവരങ്ങൾ ഒരു പ്രാവശ്യം നൽകി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് നിരവധി ഡാറ്റാബേസുകളുമായിട്ട് ഇത് ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് രോഗിയുടെ വിവരങ്ങൾ നമ്മൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് രോഗിയുടെ വിവരങ്ങൾ നമ്മൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് MPI അഥവാ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അതിന് പ്രകാരമാണ് ഓരോ രോഗിക്കും എന്തുണ്ടാവുന്നത് ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവില്ല. ഒരു ഐഡന്റിഫിക്കേഷൻ കോഡോ അല്ലെങ്കിൽ അവരുടെ പേരുണ്ടായിരിക്കും. അപ്പൊ ആശുപത്രി എല്ലാ സിസ്റ്റത്തിലേക്കും എന്താണ് ആ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് ഇപ്പൊ ആ IDയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ആ പേഷ്യന്റിന്റെ നെയിം ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ വളരെ ഇലക്ട്രോണിക് ആയിരിക്കും. നമുക്ക് മറ്റ് ഇറേഴ്സുകളോ മറ്റൊന്നും തന്നെ വരാതെ തന്നെ എന്താണ് ആ പേഷ്യന്റ് ഇൻഫോർമേഷൻസ് അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസിന്റെ സേഫ്റ്റി നമുക്ക് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലൂടെ നിലനിർത്താനായിട്ടും സഹായിക്കും കേട്ടോ. യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സുകളൊന്നും വരാതെ തന്നെ
പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഇതിൽ സൂക്ഷിച്ചു വെക്കാൻ, ഇൻഫർമേഷൻസ് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ രോഗിയുടെ വിവരങ്ങൾ ഒരു ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കേട്ടോ. അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? അപ്പോ ഈ MPI ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഉപയോഗം എന്താണ് ശരിക്കും പറഞ്ഞാല്, ഒരു രോഗിയുടെ വിശദാംശങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാക്കുന്ന ഒരു സംവിധാനമാണ് എന്ത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതായത് ഈ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഒരു രോഗിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ MPI എന്താണെന്ന്? ഓക്കെ, യെസ്. പിന്നെ ഇവിടെ റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സിന്റെ ഒരു ചുരുക്കമാണ്. ചുരുക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് HMSമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫീച്ചേഴ്സിന്റെ ഒരു ചുരുക്ക രൂപത്തെ കുറിച്ചിട്ടുള്ള വിശദാംശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റാപ്പിംഗ് അപ്പ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, റാപ്പിംഗ് ഇറ്റ് അപ്പ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം will go on to bring changes in healthcare services with assistance of powerful systems in hospitals and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HIS offers a win-win situation for both the patients and healthcare providers when it comes to refining care delivery services. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഹെൽത്ത് കെയർ സർവീസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഈ ഫീച്ചേഴ്സ് HMS വന്നതോടുകൂടി എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഹോസ്പിറ്റൽ മേഖലകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് എന്താണ് സിസ്റ്റം തന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡോക്ടേഴ്സിനെ മറ്റേ മെഡിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ ആക്യുറേറ്റ് ആയിട്ട് പേഷ്യൻസിന് നല്ലൊരു കെയർ കൊടുക്കാനായിട്ടും സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന് അല്ലെ പേഷ്യൻസിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ ഉയർത്താനായിട്ടും എന്താണ് HMS ഒരുപാട് സഹായകമാകുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പോഴും എന്താണ് ഇതിനെ കുറിച്ച് ധാരാളം സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് HMSനെ കുറിച്ചിട്ട് അതിന് ഇനിയും ബെനിഫിറ്റ്സുകൾ ഉണ്ട്. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ മാത്രമാണ് HMSനെ കുറിച്ച് പഠിച്ചത്. അതിൽ കൂടാതെ തന്നെ എന്താണ് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിസ്റ്റം ഇല്ലാതെ ഇപ്പൊ വർക്ക് ചെയ്യാന്നുള്ളത് കുറച്ചൊന്നല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. അതായത് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് പോലെ മറ്റൊരു പേപ്പർ വർക്ക്സിന് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനാൽ തന്നെ HMSനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് കണ്ടീഷൻസിന് ഹോസ്പിറ്റൽസിൽ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് HMS എന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഹോസ്പിറ്റലിനും ഇതിൻ്റെതായ പ്രാധാന്യം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതില്ലാതെ ഒരു ഹോസ്പിറ്റലിലെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് ഹോസ്പിറ്റലിനും പേഷ്യൻസിനും ഒരേപോലെ തന്നെ എന്താണ് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ മേഖലയിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ സർവീസിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും കമ്പോണൻസും ആണ് നമ്മൾ ഇവിടെ വരെ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? ഫീച്ചേഴ്സ് patient portal, medical billing, patient scheduling, e-prescribing, remote patient monitoring, master patient index, medical billing, then patient scheduling. അത്രയുമാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അവിടെ വരെ? നമ്മൾ ആദ്യം പഠിച്ചത് കമ്പോണൻസ് ആണ് കേട്ടോ. വാക്സിനേഷൻ സപ്പോർട്ടിംഗ് മാനേജ്മെന്റ് വരെ ഒരു 12-13 കമ്പോണൻസ് പഠിച്ചു. അതിനുശേഷമാണ് ബെനഫിറ്റ്സ് പഠിച്ചത്. 9ഓളം ബെനഫിറ്റ്സ് പഠിച്ചു. ദെൻ പിന്നെ പഠിച്ചതാണ് എന്താ ഫീച്ചേഴ്സ് HMSന്റെ. അവിടെ വരെയാണ് ഇപ്പൊ പഠിച്ചു നിർത്തിയിരിക്കുന്നത്.
ഓക്കെ, അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ്. ഓക്കെ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ് കേട്ടോ. ബെനിഫിറ്റ്സ് പറയണോ? ബെനിഫിറ്റ്സ് പറഞ്ഞല്ലോ. ഓക്കെ, ബെനിഫിറ്റ്സ് എന്താണ് പറഞ്ഞത്? നമ്മള് പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഈസി ആക്കാനായിട്ട് സഹായിക്കുന്നു. പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകള്, മറ്റു റിമൈൻഡേഴ്സും മറ്റെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഡോക്ടേഴ്സും നഴ്സസുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസ് ഈസി ആക്കാനായിട്ട് ഒരു HMS സിസ്റ്റം സഹായിക്കുന്നു. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഡാറ്റാസ് സെക്യൂർ ആയിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട്, പ്രത്യേകിച്ച് HIPAA എന്ന ഒരു ആക്ടിന്റെ അണ്ടറിലാണ് ഈ ഒരു പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഡാറ്റാസ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അതോടുകൂടി എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസ് വളരെയധികം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, പിന്നെന്താണോ പേഷ്യൻസിന്റെ ഡാറ്റ ആയിട്ട് നമ്മൾ ഡാറ്റാസ് ഫ്യൂ ക്ലിക്സുകളിലൂടെ നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ ഹിസ്റ്ററി, ഡോക്ടർ എൻഗേജ്മെന്റ്സ്, ടെസ്റ്റ് റിസൾട്ട്, വലിയ ഡീറ്റെയിൽസ് ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം, പേഷ്യൻസിന്റെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് ടൈം ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ, അതോടൊപ്പം തന്നെ പേഷ്യന്റ് കെയർ സെന്ററിലെ ഏറ്റവും കൂടുതൽ പേഷ്യന്റ് കെയർ ഏരിയാസിൽ കൂടുതൽ സമയം എടുത്തവരെ പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കുറച്ച് നല്ല രീതിയിൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പൊ ക്ലെയിംസിൽ വരുന്ന ഡിനൈൽസ് അല്ലെങ്കിൽ ക്ലെയിംസിലൊക്കെ എന്തെങ്കിലും ഡിനൈൽസ് വരാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ റവന്യൂസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നു. പിന്നെ എല്ലാവർക്കും റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് പേഷ്യന്റ് ഫ്ലോയിനെ കുറിച്ചും ഒക്യുപ്പൻസി റേറ്റ്സിനെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ട്സുകളും, റിയൽ ടൈം റിപ്പോർട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് HMS സഹായിക്കുന്നു. പിന്നെ എല്ലാ ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന നിലയിൽ, ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ എല്ലാത്തരം ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആക്ടിവിറ്റീസ് സെൻട്രലൈസ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ആ പ്രോസസ്സുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടുകൂടി എന്താണ് പലതരത്തിലുള്ള എറേഴ്സുകൾ കുറയ്ക്കാനും പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താനും സഹായിക്കുന്നു. പിന്നെ മെഡിക്കൽ എറേഴ്സിൽ പിശകുകള്, മിസ്റ്റേക്കുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ് റീ അഡ്മിഷൻ അല്ലെങ്കിൽ റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സുകൾ കുറയ്ക്കാനായിട്ട് HMS സോഫ്റ്റ്വെയർ സഹായിക്കുന്നതാണ് അതിന്റെ ബെനിഫിറ്റ്സുകൾ. ഓക്കെ, മനസ്സിലായോടോ? ചോദിച്ച ആൾക്ക് യെസ്. ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ? ഇത് ഫസ്റ്റ് വരുന്ന ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. ദെൻ സെക്കൻഡ് ടൈപ്പ് ഏതാണ്? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, അങ്ങനെ ക്ലിനിക്കൽ ഇൻഫർമേഷൻ ടൈപ്സ് 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് 4 എണ്ണമാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്താ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങൾക്ക് 4 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് എന്താ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അഥവാ EHR. അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് പറയാം. Electronic health record is a systemized body of patients and population electronically recorded health information in a digital format. These records can be shared across different healthcare settings. Records are shared through network, connector, enterprises-wide information system or other information networks and exchanges. EHRs may consist of a range of data that include demographics, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as age, weight, and billing information. Okay. എന്താണ് EHR എന്ന് പറയുന്നത്? എക്സ്പാൻഷൻ നിർബന്ധമായും പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇതൊരു നമുക്കെല്ലാം ഇലക്ട്രോണിക്കലി ആണ് അല്ലെ, അല്ലെങ്കിൽ ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നെറ്റ്വർക്കിലൂടെയാണ് നമ്മളിത് ഈ പേഷ്യൻസിന്റെ ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹെൽത്ത് ഇൻഫോർമേഷൻസ് വളരെ ഈസി ആയിട്ട് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത് EHR എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹെൽത്ത് റെക്കോർഡ്സുകൾ ഡിജിറ്റലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, EHR അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രോഗിയുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഇല്ലേ, അത് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് EHR എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലായിടത്തും ഏത് മേഖലയിൽ എന്താണ് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഈസി ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് പ്രത്യേകിച്ച് നെറ്റ്വർക്ക് സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലുള്ളത് സമഗ്രമായിട്ടുള്ള രേഖകളാണ്. അതായത് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഡാറ്റാ ബേസിസുകളും എന്തിലുണ്ടായിരിക്കും, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് EHR കൺസിസ്റ്റ് ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്യണേ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്, വൈഡ് റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഡെമോഗ്രാഫിക്സ്, പേഷ്യൻസിന്റെ എണ്ണങ്ങള്, അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി, then medications and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as personal statistics എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, പേഷ്യന്റിന്റെ ഏജ്, വെയിറ്റ് ആൻഡ് ബില്ലിംഗ് ഇൻഫോർമേഷൻസ്. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കും, ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ആണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണേ. EHR കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഡാറ്റാസ് ആണ്, ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി തുടങ്ങി പേഷ്യൻസിന്റെ പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടുന്നത്. അതായത് പേഷ്യൻസിന്റെ ഏജ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫോർമേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ EHR എന്താണെന്ന് മനസ്സിലായോ? എന്താണ് EHR എന്ന് ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോണിക്കലി അല്ലെ. ഒരു പേഷ്യൻസിന്റെ വിവരങ്ങള് ഇലക്ട്രോണിക്കലി നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പ്രാവശ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് നെറ്റ്വർക്ക് മുഖാന്തരം എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പല റേഞ്ചിലുള്ള ഡാറ്റാസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൽ പ്രധാനമായിട്ട് ആളുടെ മെഡിക്കൽ ഹിസ്റ്ററി മുതൽ ബില്ലിംഗ് ഇൻഫോർമേഷൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ അത്? ഓക്കെയാണ്. Yes, for several decades, electronic health records have been evaluated as a key to enhancing quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using data from patient records to enhance quality outcomes by means of their care and management programs. Okay.
നമുക്ക് ഈ EHR ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അല്ലെ. അതായത് EHR വഴി നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ കെയറിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഒരു രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചെറിയ ഡാറ്റാസ് പോലും നമുക്ക് എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക് എന്താണ് EHR നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആയിട്ട് അത് നോക്കാനും ഏതുതരം കണ്ടീഷൻസ് ആണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഒരു രോഗിയെ സംബന്ധിച്ചിടത്ത് എന്താണ് അയാളുടെ എല്ലാ കാര്യങ്ങളും കംപ്ലൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ്, അതായത് നമ്മൾ അപ്ഡേഷൻ കൊടുക്കാന്ന് പറയില്ല. അതായത് ഇപ്പൊ ഒരു ഡോക്ടർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ പുതിയ ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങൾ വരെ എന്താണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. അതായത് പേഷ്യൻസിന് എല്ലാ രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും എന്താണ് EHR നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മാത്രമല്ല ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം EHR combines all patients' demographics into large pool, uses this information to help with the creation of a new treatments or innovation in healthcare delivery. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് അത് രോഗിക്ക് പുതിയൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല എന്താ പറയാ, കമ്പൈനിങ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ. ശ്രദ്ധിക്കുക, കമ്പൈനിങ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ ഫ്രം ദ സിസ്റ്റംസ് ഹെൽത്ത് റെക്കോർഡ് ഹാസ് എയ്ഡഡ് ക്ലിനീഷ്യൻസ് ടു റെക്കഗ്നൈസ് സ്ട്രാറ്റിഫൈ ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. എന്താ പറയുന്നത്, EHR എന്തിനെയൊക്കെ കൂടി സഹായിക്കുന്നു? ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗുരുതരമായിട്ട് എന്തെങ്കിലും റിസ്ക് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടി നമുക്ക് എന്താണ് ഈസി ആയിട്ട് തിരിച്ചറിയാനായിട്ടും അതായത് ഇപ്പൊ സിവിയറിറ്റി ഉള്ള പേഷ്യൻസിനെ നോക്കിയിട്ട് അവരെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ സ്ട്രാറ്റിഫൈ ചെയ്യാനായിട്ടും എന്താണ് EHR ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് ഗുരുതരമായിട്ട് റിസ്ക് ഉള്ള പേഷ്യൻസിനെ തിരിച്ചറിയാനും അവരുടെ സിവിയറിറ്റി അനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനായിട്ടും EHR ഹെൽപ്പ് ചെയ്യുന്നു. അതായത് വിവരങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റഡ് ആണ്. ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ എന്താണ് അപ്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരത്തിലുള്ള പേഷ്യൻസിന് പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെയൊക്കെ കൂടുതൽ തിരിച്ചറിയാനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. ഇവിടെ എന്താ പറയുന്നത്, EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. എന്താണ് EHR എന്താണ് ഹൈ റിസ്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും സഹായിക്കുന്നു. അതായത് പേഷ്യൻസിന് ഹൈ റിസ്ക് വരുന്നതിനനുസരിച്ച് എന്താണ് ഇൻഫർമേഷൻസ് അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പേഷ്യൻസിനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് തന്നെ എന്താണ് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊണ്ട് തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും കൂടി എന്ത് സഹായിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ കൂടുതൽ സഹായകരമാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ EHR ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പേഷ്യൻസിന്റെ കെയർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും കംപ്ലൈൻ ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ പുതിയ പുതിയ ട്രീറ്റ്മെന്റ്സുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉള്ള പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരുടെ സിവിയറിറ്റി അനുസരിച്ച് അവർക്ക് ചികിത്സ കൊടുക്കാനും അവരെ നല്ല രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ടും സഹായിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ ഹോസ്പിറ്റൽ സംവിധാനത്തിനെ കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് അവിടെ വരെ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് വരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. Okay, thank you. Thank you. Have a nice day.